സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതം കടന്നു പോകുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടും പല്ലവിയും സേതുവും ആഗ്രഹിച്ചത് ഇന്ദ്രൻ എന്നേക്കുമായിട്ട് ഡിവോഴ്സ് വാങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം ഇല്ലല്ലോ, പിന്നെ തനിക്ക് സമാധാനത്തോടുകൂടി സേതുവിനൊപ്പം വിവാഹം കഴിച്ച് ജീവിക്കാമല്ലോ എന്നൊക്കെയാണ് പല്ലവി ആഗ്രഹിച്ചത്. എന്നാൽ ഡിവോഴ്സ് വാങ്ങി പോയാലും പല്ലവിക്ക് സമാധാനവും സന്തോഷവും കൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച് നിൽക്കുവാണ് ഇന്ദ്രൻ. അതിന്റെ ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഋതുവിനെ തന്റെ പക്ഷം കൊണ്ടുവന്ന് ഋതുവിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ സേതുവിനെയും പല്ലവിയെയും തകർക്കാനായിട്ടുള്ള ശ്രമങ്ങളും ഇന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ ഈ സ്നേഹക്കൂട്ട് എപ്പിസോഡ് വളരെ വലിയൊരു മഹാ എപ്പിസോഡായിട്ട് ഈ വരുന്ന ദിവസങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ്. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനമായിട്ട് നിന്നത് പല്ലവി ഒരു ഫെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ആ ഫെസ്റ്റ് ഡിവോഴ്സ് ഫെസ്റ്റ് ആണ് പല്ലവി നടത്താനായിട്ട് തീരുമാനിച്ചത്. എന്നാൽ ഈ ഫെസ്റ്റ് നടത്തത്തില്ല എന്ന ഒരു വാശിയിലാണ് ഇന്ദ്രൻ. എന്നാൽ ഇന്ദ്രന്റെ വാശിയൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല. ഞാൻ തീരുമാനിച്ച കാര്യം നടത്തുക തന്നെ ചെയ്യുമെന്നുള്ളൊരു വാശിയിൽ പല്ലവി. ഈ ഫെസ്റ്റ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പല്ലവി ശ്രമിക്കുമ്പോൾ ഈ ഫെസ്റ്റ് അത്രത്തോളം മോശമാക്കി മറ്റുള്ളവരുടെ ജീവിതം തകർത്ത് പല്ലവി എന്നേക്കുമായിട്ട് കോളേജിൽ നിന്ന് പുറത്താക്കാനായിട്ടുള്ള ഒരു വകയും കൂടി ഇതിൽ നിന്ന് ഇന്ദ്രൻ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് എന്ന് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഒരു മഹാ എപ്പിസോഡായിട്ട് തന്നെ വരുന്ന ദിവസങ്ങൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക, ഈ ഒരു വലിയ പ്രശ്നം ഇനി പല്ലവി എങ്ങനെ നേരിടും എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും വരുന്ന എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ പല്ലവിയുടെയും സേതുവിൻ്റെയും ഇന്ദ്രന്റെയും ജീവിതത്തിലെ വളരെ നിർണായക ഘട്ടം തന്നെയാണ്. ഇതിൽ ആര് പരാജയപ്പെടും ആര് വിജയിക്കും എന്ന് ഈ വരുന്ന എപ്പിസോഡുകളോട് കൂടി തന്നെയാണ് നമ്മൾ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പല്ലവി ഫെസ്റ്റ് നടത്താനായിട്ട് തീരുമാനിച്ചു. ഫെസ്റ്റില് മുഖ്യ അതിഥികളായിട്ട് വരാൻ പോകുന്നത് നടി അമ്പിളിയും നടി വരദയുമാണ്. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു മഹാ എപ്പിസോഡില് ഈ ഡിവോഴ്സ് ഫെസ്റ്റില് പല്ലവി ക്ഷണിച്ച അതിഥികളായിട്ട് വരുന്നത്. അപ്പോൾ ഫെസ്റ്റ് തുടങ്ങി. വെറുതെ ചെറിയ ഒരു ഫെസ്റ്റ് അല്ല, വളരെ അതിഗംഭീരമായിട്ട് നല്ല ലൈറ്റ് സെറ്റൊക്കെ വെച്ച് വലിയൊരു സ്റ്റേജൊക്കെ കെട്ടി ഡാൻസും പാട്ടും മേളമൊക്കെ ആയിട്ട് അതിഗംഭീരമായിട്ടാണ് ഈ ഫെസ്റ്റ് പല്ലവിയും സേതുവും കൂടി ചേർന്ന് നടത്തുന്നത്. ഇതിനിടയിൽ നടി അമ്പിളി വന്ന് തൻ്റെ ജീവിതത്തിൽ നടന്ന പ്രശ്നങ്ങളും പിന്നെ ഒരു പെൺകുട്ടി ഡിവോഴ്സിന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൾ ഡിവോഴ്സ് ചെയ്യുക തന്നെ ചെയ്യണം. അവളുടെ ദാമ്പത്യ ജീവിതം തകർന്നാൽ ഡിവോഴ്സ് ചെയ്യണം. അല്ലാതെ അവള് ഡിവോഴ്സ് ചെയ്യും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, എൻ്റെ കുടുംബം എന്ത് ചിന്തിക്കും, കുടുംബം മറ്റുള്ളവരുടെ മുന്നിൽ നാണം കിടത്തില്ലേ, പല ചോദ്യങ്ങളും വരത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലൊക്കെ ഉത്തരം കൊടുക്കാനായിട്ട് മടിച്ച് തന്റെ ജീവിതം തന്നെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ് നടി അമ്പിളി എല്ലാവർക്കുമായിട്ട് പറഞ്ഞു കൊടുത്തത്. ഒപ്പം വരദയും വന്നു. എന്നിട്ട് ദാമ്പത്യ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളും പിന്നെ തൻ്റെ ജീവിതത്തിൽ ഒരാൾ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ആ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതിൽ നിന്നും എന്നേക്കുമായിട്ട് പുറത്തേക്ക് പോകുക. ആ പുറത്തേക്ക് പോകുന്ന സമയത്ത് വിശാലമായിട്ട് നമുക്കൊരു ലോകം തന്നെയുണ്ട്. നമ്മുടെ ആയുസ് തീരുന്നത് വരെ സന്തോഷത്തോടുകൂടി ജീവിച്ച് തീർക്കുക. അല്ലാതെ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം തകർത്ത് നമ്മുടെ ജീവിതം എന്നേക്കുമായിട്ട് തീർത്ത് നിൽക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ സന്തോഷമായിട്ട് ഫെസ്റ്റ് പോകുവാണ്. പൂർണിമയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഒപ്പം തന്നെ തൻ്റെ മകനായ സേതുവും പല്ലവിയും കൂടി ചേർന്ന് വിവാഹം കഴിക്കാൻ പോകുന്ന നല്ല നിമിഷവും ആ വിശേഷപ്പെട്ട കാര്യവും കൂടി പൂർണിമ ആ വേദിയിൽ തന്നെ എല്ലാവരോടുമായിട്ട് പറഞ്ഞു. എല്ലാവരും ആശംസയൊക്കെ നേരുന്നുണ്ട്. എന്നാൽ ഈ ഫെസ്റ്റ് തകർക്കാനായിട്ട് കുറച്ച് ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇന്ദ്രനും നമ്മുടെ രാജലക്ഷ്മിയും തന്നെയാണ്. അപ്പൊ ഇതിനിടയിൽ ഋതുവിനെ കാണുകയും ഋതുവിനോട് സംസാരിക്കുകയും ഋതുവുമായിട്ട് സംസാരിച്ച് അവർ പരസ്പരം പ്രണയത്തിലാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ദ്രനും ഋതുവും പ്രണയത്തിലായി.
അവരുടെ പ്രണയ നിമിഷങ്ങളും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ രാജലക്ഷ്മി ഇന്ദ്രൻ പറഞ്ഞത് പ്രകാരം നല്ലതുപോലെ കുടിച്ച് ഫിറ്റായി ആ വേദിയിലേക്ക് കയറി വന്നു. എന്നിട്ട് പല്ലവിയുടെയും സേതുവിന്റെ വിവാഹം നടക്കാൻ പോകുന്ന കാര്യം പറഞ്ഞ ഉടനെ തന്നെ പല്ലവിയെക്കുറിച്ച് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു. ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒരുപാട് തെറ്റായിട്ടുള്ള രീതിയിലും ഒക്കെ സംസാരിക്കുകയും പല്ലവിയെ ഒരുപാട് അപമാനിക്കുകയും ചെയ്തു. അവിടെ നിന്ന് മാക്സിമം രാജലക്ഷ്മിയെ ഇറക്കി വിട്ടുവെങ്കിലും ഇന്ദ്രൻ അവിടെ വന്നു കഴിഞ്ഞാൽ ഋതുവും എല്ലാവരും അവിടെ ആ വേദിയിലുണ്ട്. ഋതുവും ഉണ്ട്. ഇപ്പൊ ഋതുവും ഇന്ദ്രനും തമ്മിൽ പ്രണയത്തിലാണ്. അങ്ങനെയുള്ളപ്പോ ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഋതുവിന് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. പിന്നെ അവിടെ ടീച്ചേഴ്സും ഉണ്ട്. അപ്പൊ ടീച്ചേഴ്സ് എല്ലാവരും ഇന്ദ്രനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ നിമിഷത്തിൽ താൻ നേരിട്ട് വന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് തന്റെ ജീവിതത്തെ ബാധിക്കും, എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് നിർത്തും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ ഒരു സിഖുകാരന്റെ വേഷത്തിലാണ് ഇന്ദ്രൻ വരുന്നത്. താടിയും മീശയൊക്കെ നല്ലതുപോലെ വെച്ച് സിഖുകാരുടെ ഡ്രസ്സൊക്കെ ഇട്ട് തലപ്പാവൊക്കെ കെട്ടിയാണ് വരുന്നത്. വന്നുടനെ തന്നെ ഇന്ദ്രനും സേതുവും അവിടെ ഇല്ലാത്ത തക്കം നോക്കി ആ ആഘോഷം കുളമാക്കാനായിട്ട് ശ്രമിക്കുകയും പ്രതാപന്റെ സഹായത്തോടു കൂടി വലിയൊരു ബോംബ് എറിഞ്ഞ് ആ ആഘോഷം തന്നെ തകർക്കാനായിട്ടും എല്ലാവരെയും ചിന്നിച്ചിതറി വിട്ട് അവിടെ എല്ലാവരെയും തകർക്കാനായിട്ടും എല്ലാ പഴികളും പല്ലവിക്കെതിരെ വരാനായിട്ടും പ്രതാപൻ ശ്രമിച്ചു. വലിയൊരു ബോംബാണ് സ്റ്റേജിലേക്ക് എറിയുന്നത്. എന്നാൽ ഇതെല്ലാം ഇന്ദ്രൻ ഇവിടെ വരും എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്ദ്രനെ കണ്ടുപിടിക്കാനായിട്ടും ഇന്ദ്രന്റെ കളികൾ പൊളിക്കാനായിട്ടും സേതു ശ്രമിച്ചു. ഇതിനിടയിലാണ് പ്രതാപന്റെ ഈ ക്രൂരത. പ്രതാപൻ ബോംബെറിഞ്ഞ് അവിടെ ആ ബോംബ് സ്റ്റേജിന്റെ സൈഡിലോട്ടാണ് എറിയുന്നത്. ആ ബോംബ് എറിയുന്നതോടുകൂടി അത് പൊട്ടിത്തെറിക്കുകയും ചിലർക്ക് അപകടങ്ങൾ സംഭവിക്കുകയും അതെല്ലാം പല്ലവിയുടെ തലയിൽ വന്ന് വീഴുന്ന സാഹചര്യവുമുണ്ട്. എന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കും? പ്രതീക്ഷിക്കാത്ത തലത്തിലേക്കാണ് ഇപ്പോൾ കഥ മുന്നോട്ട് പോകുന്നത്. ഇനി ആര് വിജയിക്കും, പരാജയപ്പെടും, സത്യങ്ങൾ പുറത്താകുമോ ഇല്ലയോ? ഈ ഒരു ഫെസ്റ്റോട് കൂടി തന്നെ ആരുടെയൊക്കെ ജീവിതങ്ങൾ തകരുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.